ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളോടുള്ള ടിയാഗോ EV ആണ്. 30,000 കിലോമീറ്റർ ഓടിയ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പുള്ളി ജസ്റ്റ് ഇന്ന് വന്നിട്ടില്ല. പുള്ളി കാരണം ഇപ്പം ടിയാഗോയും പോട്ടെ, ഇപ്പോൾ EV ഉള്ളവരെല്ലാം എയറിലാണല്ലോ, അതുകൊണ്ട് പുള്ളിക്ക് വരാനൊരു പേടിയാണ് അന്ന് റിവ്യൂ എടുക്കാൻ. ഞങ്ങളൊരു 3-4 പേര് ഒന്നിച്ചാണ് പുതിയ വണ്ടി എടുത്തത്. ആ കൂട്ടത്തിൽ ഞാൻ ഡീസൽ വണ്ടി എടുത്ത്, നമ്മളെ ഫ്രണ്ട് ഒരു പെട്രോൾ വണ്ടിയും പിന്നെ EVയും. കാരണം അതായത് ഞങ്ങളെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് EVക്ക് എന്ത് സംഭവിക്കുമെന്ന്. അതുപോലെ EV ഇപ്പം ടിയാഗോ ഇറങ്ങിയതിൻ്റെ ആദ്യത്തെ ബാച്ച് EV തന്നെയാണിത്. അതുപോലെ ഈ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച കേസാണ്, ഇപ്പം ഒരു EV എടുക്കുക, എന്നിട്ട് മാസം നമ്മൾ പെട്രോൾ അടിക്കുന്ന പൈസ EMI ആയിട്ട് അടയ്ക്കുക. അങ്ങനെ കുറേ കാൽക്കുലേഷനൊക്കെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഒരാൾ മാത്രമേ EV എടുത്തുള്ളൂ, ബാക്കി 3 പേരും പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും എടുത്തത്. അതുപോലെ നമുക്ക് ഫ്രണ്ട്സിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ. അതുപോലെ ഞങ്ങൾ കൂട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും പുള്ളി കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ പുള്ളിയുടെ വലിയൊരു കാൽക്കുലേഷനാണ് ഈ കിടക്കുന്നത്. ഈ ടിയാഗോ എടുത്തിട്ട് ഇപ്പം 1 വർഷവും 2 മാസവും അതുപോലെ തന്നെ 30,000 കിലോമീറ്ററാണ് ആയേക്കുന്നത്. സർവീസും കാര്യങ്ങളെല്ലാം പറയാം, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാം, ജസ്റ്റ് ഡീമർട്ടും കാര്യങ്ങളെല്ലാം. ടിയാഗോ അതുപോലെ തന്നെ നമുക്കൊരു ഗ്രീൻ ലൈൻ വരുന്നുണ്ട്. ഇത് EV ആണെന്ന് സൂചിപ്പിക്കാനാണ് ഈ ഗ്രീൻ ലൈൻ വരുന്നത്. അതുപോലെ തന്നെ അതിന് മണ്ടയിൽ EV എന്നും എഴുതിയിട്ടുണ്ട്, ഗ്രീൻ EV. ഇത് കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ വണ്ടിക്കും ചേരുന്നുണ്ട്. അതുപോലെ EVയുടെ ആണ് ഈ ഗ്രില്ല്, ഫുള്ള് അടച്ചു പൂട്ടിയ ഗ്രില്ലാണ് വരുന്നത്. അടുക്കൊരു ടാറ്റയുടെ എംബ്ലം കാണാം. ഗ്രില്ലിലാണെങ്കിൽ നമുക്കൊരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താഴെയും ആ ഡിസൈനുണ്ട്. അത്യാവശ്യം കുഴപ്പം കാര്യങ്ങളും നമുക്കൊരു ഗ്രില്ലും കാര്യങ്ങളും കാണാം. അതിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ഡിസൈനാണ്, കാണാൻ നമുക്ക് അത്യാവശ്യം ലുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് ടോപ്പിൻ്റെ നമുക്ക് ഒരു DR-ലും ഫോഗ് ലാമ്പോ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഓണർ കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ആളാണെന്ന് പറഞ്ഞല്ലോ. പുള്ളി ചിലപ്പോൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും DR-ലും ഫോഗ് ലാമ്പും കുറയ്ക്കുകയാണ്, അത്രയും മൈലേജ് കൂടാൻ വേണ്ടിയായിരിക്കും പുള്ളി അത് വേണ്ടെന്ന് വെച്ചത്. നമുക്ക് ബമ്പറിൻ്റെ താഴെ ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഒരു ഷെയ്ഡും കൂടെ കാണാം. അത് അത്യാവശ്യം ഗ്ലോസിയാണ്, നമുക്ക് അത്യാവശ്യം മനോഹരമായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ബോണറ്റ് നോക്കി വണ്ടിയുടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ടിയാഗോ EVയുടെ മോട്ടർ വരുന്നത്. ഇത് 315 റേഞ്ച് വരുന്ന വണ്ടിയാണ്. അതുപോലെ ഈ വണ്ടി കണ്ടപ്പോൾ ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു സംഭവമാണ്, ഇവിടെ ഒരു എക്സൈഡിൻ്റെ ബാറ്ററി കാണാം. ഞാൻ ഓർത്ത് ഈ ബാറ്ററി എന്തിനാണെന്ന് ആദ്യം ഓർത്തത്. കാരണം ബാറ്ററി വണ്ടി വേറെ ബാറ്ററിയുടെ ആവശ്യമില്ലല്ലോ. ഈ ബാറ്ററിയിലാണ് നമ്മുടെ വണ്ടിയുടെ സെൽഫും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് സെപ്പറേറ്റ് ഒരു ബാറ്ററി വെച്ചേക്കുന്നത്. ഇതാണ് നമ്മളെ ടിയാഗോയുടെ സൈഡ് വ്യൂ വരുന്നത്. സൈഡ് വ്യൂ വരുമ്പോൾ നമുക്ക് ആദ്യം ടയറിൽ തന്നെ തുടങ്ങാം. 175, 65, 14 ടയർ വരുന്നത്. ഇത് ടോപ്പ് എൻഡ് വരുമ്പം 15 വരും. ഇതിപ്പം 14 സൈസേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് അലോയ് വരുന്നില്ല. ഇത് നമ്മളെ ഫ്രണ്ട് ലാഭിച്ചേക്കുന്നതല്ല, ടിയാഗോയെ ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് സ്പോക്ക് വീല് മാത്രമേ ഉള്ളൂ. അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ പിന്നെ ഒരു EV എന്നൊരു എഴുത്ത് കാണാം, ബ്ലൂ കളർ. അത്യാവശ്യം അത് വണ്ടിക്ക് ചേരുന്നുണ്ട്, നമുക്കത് EV ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുപോലെ അടുത്തൊരു നമുക്ക് മിററാണ്. മിറർ വരുമ്പോൾ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് വണ്ടിയുടെ കളറിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ സെഗ്മെൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് അത്യാവശ്യം എവിടെ പോയാലും പേടിക്കാനൊന്നും, കാരണം ഇതിപ്പോൾ അത്യാവശ്യം പോയ വഴി നമ്മൾ അടിയിടിക്കുകയോ കേസോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ടിയാഗോ EVയുടെ ഇപ്പോൾ ചാർജിങ് പോർട്ട് വരുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ടിയാഗോയുടെ ബ്രേക്ക് ലൈറ്റ് ഇതാണ് വരുന്നത്. ഇത് നോർമൽ ബ്രേക്ക് ലൈറ്റ് ആണ്, LED കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ നമുക്ക് പുറകോട്ട് വരുമ്പോൾ നമുക്ക് വൈപ്പറോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത് ഫസ്റ്റ് വേരിയൻ്റ് വണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മളെ ഓണറല്ലാതെ ലാഭിച്ചേക്കുന്നല്ല കേട്ടോ. അതുപോലെ തന്നെ ബൈക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ടാറ്റയുടെ ഒരു എംബ്ലം കാണാം, ടിയാഗോ എന്ന് എഴുത്തും അത് EV എന്നൊരിതും കാണാം. അതിമനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യം ഞാൻ ഈ വണ്ടി വന്ന സമയത്ത് ഈ ടിയാഗോ എന്നുള്ള എഴുത്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്തെ എന്തോ താഴെ പോയിട്ട് പെറുക്കി ഒട്ടിച്ചാണെന്ന്. പക്ഷേ ഇപ്പോൾ അത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് ആ വണ്ടിയുടെ ഡിസൈനാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതായത് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എളുപ്പമാവും. അതുപോലെ തന്നെ ബമ്പർ താഴെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്, ഇത് അത്യാവശ്യം മനോഹരമായിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്ത് നമുക്കിനി ഡിക്കിയുടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മളെ ഡിക്കിയുടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് ടിയാഗോയുടേത്. 264 ലിറ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, അതായത് ചെറിയ ഫാമിലിക്ക് വേണ്ട അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റെപ്പിനി ഇല്ല, അതായത് സ്റ്റെപ്പിനി ടയറില്ല. കാരണം പുള്ളി കുറച്ച് ഡീസൻ്റാണ്, സ്റ്റെപ്പിനി ഒന്നും കൊണ്ടു നടക്കാറില്ല, പകരം പഞ്ചർ കിറ്റാണ്. അതുപോലെ തന്നെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം
യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള സീറ്റിംഗ് ആണ്, നല്ലൊരു കുഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് ഇന്ത്യയിലെ ഒരു വിശേഷങ്ങൾ നമുക്ക് വരുന്നത്. ടിയാഗോയുടെ ബൈക്ക് നമുക്ക് വരുന്നത് ഇതാണ്, ബൈക്ക് സീറ്റ് വരുന്നത്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സുഖമായിട്ടിരിക്കാം. 3 പേർക്ക് ഇരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് ഒരു കുട്ടിയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 3 പേർക്ക് അത്ര സുഖമാണെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനും നല്ല സുഖമാണ്. അതുപോലെ തന്നെ ഈ വണ്ടി അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം. പക്ക മ്യൂസിക് സിസ്റ്റമാണ്. കാരണം നമുക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ടിയാഗോയിലോട്ട് കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. ഇത് റീജനറേഷനാണ് ഈ സ്വിച്ചും കാര്യങ്ങളും. റീജനറേഷൻ നമുക്ക് 3 മോഡലിൽ ഉപയോഗിക്കാം. കാരണം റീജനറേഷൻ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ബ്രേക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം ചാർജ് ചെയ്തിട്ട് ചാർജിങ് കേബിൾ അയക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ജസ്റ്റ് അത് പ്രസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. താഴത്തോട്ട് വരുമ്പോൾ AC കാണാം. അതുപോലെ തന്നെ AC ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും ആണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളും താഴെയുണ്ട്. 2 ചാർജിങ് പോർട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് അകത്തെ വിശേഷങ്ങൾ മെയിനായിട്ട്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഫ്രണ്ട് 2 പവർ വിൻഡോയുടെ, ബാക്കിൽ 2 പവർ വിൻഡോയുടെ ഗ്ലാസ് ലോക്കിൻ്റെ ഇതുണ്ട്. അതുപോലെ തന്നെ മിറർ നമുക്ക് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ഇവിടെ സൈഡിൽ തന്നെ ഉണ്ട്. അതുപോലെ നമുക്ക് ടാറ്റ ടിയാഗോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹാർമാൻ്റെ മ്യൂസിക് സിസ്റ്റം. കാരണം അത്ര ക്ലാരിറ്റിയും അത്ര ഇതാണ്. നമുക്ക് ഇതേ പാട്ട് കേൾക്കുമ്പോൾ നമ്മളോർക്കും ഇത് ഇത്രയും ക്ലാരിറ്റി ഉള്ള പാട്ടാണോ, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അത്രയും ക്ലാരിറ്റിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടിയാഗോ EVയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. ടിയാഗോ EV ഓടിക്കാൻ നമുക്ക് പക്ക സുഖമാണ്. കാരണം പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ അതുപോലെ വണ്ടിയുടെ പവർ ഡെലിവറി വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്പോർട്സ് മോഡ് ഇട്ടാൽ 5.5 സെക്കൻഡ് വണ്ടി 100 കിലോമീറ്റർ സ്പീഡിൽ കയറും. അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഏറ്റവും കൂടിയ DSG ഗിയർ ഏറ്റവും കൂടിയല്ല ഇപ്പം പോളോ GTI എടുക്കുക. കാരണം അതിൻ്റെ ടർബോ എഞ്ചിനാണെങ്കിൽ പോലും നമുക്ക് 6.5 സെക്കൻഡ് വേണം ഇത് 100 മൈൽ സ്പീഡായി കയറാൻ. അതുപോലെ ഭയങ്കര സ്പോട്ട് റെസ്പോണ്ടിങ് ആണ് വണ്ടി. അതുപോലെ നമുക്ക് ഓടിക്കാൻ അതുപോലെ സുഖമാണ് വണ്ടി. ഹാൻഡിലിങ്ങും കാര്യങ്ങളും പക്കയാണ്. ഈ സ്പീഡിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റോഡിൽ ഇപ്പം പോകുന്ന കാണുമ്പോൾ ഒരു കുഞ്ഞ വണ്ടിയാണ്. കാരണം എന്നാൽ ഇവനുമായിട്ടൊന്ന് മത്സരിച്ചേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ശകലം കൂടിയ വണ്ടി വെച്ച് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ ശരീരം കണ്ട ആത്മാവിനെ വെല്ലുവിളിച്ച പോലെ ആവും. കാരണം ഇവൻ പോകുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത്ര പവർ ഡെലിവറിയാണ് വണ്ടിയിൽ നിന്ന്. പിന്നെ നമുക്ക് അത്യാവശ്യം ഓടിക്കാനും കാര്യങ്ങൾക്കും ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. അതുപോലെ EV എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മെയിനായിട്ട് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്കൻഡറി വണ്ടിയാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് സിറ്റി ഡ്രൈവ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കിപ്പം എന്താ പറയുക, പ്ലാൻ ചെയ്ത യാത്രകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്കാരാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബിസിനസ്സാണ്, നമുക്ക് ഡെയിലി 100-150 ഇടയ്ക്ക് ഓട്ടോ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ടാറ്റ ടിയാഗോ EV പക്കയാണ്. അല്ലാതെ നമ്മളിപ്പം നമുക്ക് ജസ്റ്റ് ഞായറാഴ്ച മാത്രം എവിടെയെങ്കിലും ജസ്റ്റ് പോകുന്നു, ഈ ഓട്ടോ ഇല്ല, അതിനുവേണ്ടി നമുക്ക് EV എടുത്തിടുന്നത് നഷ്ടമാണ്. പിന്നെ ദൂരയാത്ര പ്ലാൻ ചെയ്യാത്ത പരിപാടിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ നേരെ എടുത്തിപ്പോൾ എന്താ പറയുക ഒരു ഊട്ടി പോകണമെന്ന് തോന്നിയാൽ ഇതുമായിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റും, അങ്ങനെ മൈൻഡുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, പോയവരും ഉണ്ട്. ഏകദേശം സാധാ ഒരു ഫാമിലിയുടെ കേസാണ് ഉദ്ദേശിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയെ നമ്മളെ ഫ്രണ്ടിന് തന്നെ ഒരു അനുഭവമുണ്ട്. പുള്ളിയുടെ ഒരു വണ്ടി ദൂരം കൊണ്ടുപോകേണ്ട പുള്ളിയുടെ ഒരു വലിയ കൊടൈക്കനാൽ പോയാണ്. പുള്ളിക്കാരൻ അങ്ങനെ പക്ക കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് കൊടൈക്കനാൽ പോയത്, എങ്ങനെ ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. പക്ഷേ പുള്ളിക്ക് കൊടൈക്കനാൽ ബ്ലോക്ക് പണി കൊടുത്ത് വഴി കിടത്തി. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടിയാഗോ EV നമുക്ക് വലിയ പരാതികളൊന്നും ഇല്ലാത്ത EV കേട്ടോ. നമ്മളെ വലിയ വിഷയക്കാരനൊന്നുമല്ല, ഇവൻ നമ്മളെ അങ്ങനെ വലിയ വഴി കിടത്തും അങ്ങനത്തെ പരിപാടികളൊന്നും തന്നിട്ടില്ല. പിന്നെ ടിയാഗോ EVയുടെ വേറൊരു മെയിൻ ഓരോ കാര്യങ്ങൾ പറയാം. അതായത് 25 ബാറ്ററി 25 ശതമാനം താഴെ നമുക്ക് സ്പോർട്സ് മോഡോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അതുപോലെ ബാറ്ററി 10% താഴെ നമുക്ക് AC വർക്ക് ആകത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. അതെന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും അല്ല. ഈ വണ്ടിക്ക് നമുക്ക് എന്താ പറയുക, അടുത്ത ചാർജിങ് സ്റ്റേഷൻ വരെ പോകാൻ വേണ്ടി അവർ നമുക്ക് ലൈഫ് കൂട്ടി തരാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളൂ. അല്ല വണ്ടിയുടെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ വണ്ടിയിൽ ആ പാടുള്ള ഡീമെറിറ്റ് എന്ന് എനിക്ക് തോന്നിയ 2 ഡീമെറിറ്റ് ഉണ്ട്. ഒന്ന് ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് സൗണ്ട്, അത് ഒരു രക്ഷയില്ല. നമുക്ക് ഒരു പുതിയ വണ്ടി എടുത്തിട്ട് അധികം ആയിട്ടില്ല, 1 വർഷം 2 മാസമേ ഉള്ളൂ. വണ്ടി ഒരു കട്ടറയുടെ ഡാഷ്ബോർഡിന് മൊത്തം സൗണ്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു EVയിലുള്ള ഡീമെറിറ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ടാറിടാത്ത കയറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കയറ്റത്തെ വെച്ച് മണ്ടേ ചെന്നിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഈ സെയിം സംഭവം വണ്ടി നമ്മൾ റിവേഴ്സ് എടുത്ത് താഴെ കൊണ്ടുപോയിട്ട് തിരിച്ച് കയറി വരണം. അതാണ് മെയിനായിട്ട് ഡീമെറിറ്റ് തോന്നിയേക്കുന്നത്. പിന്നെ ആ സൗണ്ട് പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് ടിയാഗോ ഉള്ള എല്ലാവർക്കും തന്നെ ആ ഡാഷ്ബോർഡ് സൗണ്ട് ഉണ്ട്.
അതേ ഉള്ളൂ, വേറെ വണ്ടി വേറെ വിഷയമൊന്നുമില്ല. പിന്നെ പവറും കാര്യങ്ങളെല്ലാം പക്കയാണ്, നമുക്ക് ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ടിയാഗോ EVയിൽ ഓട്ടോമാറ്റിക് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്താ പറയുക, ലേഡീസിനാണെങ്കിലും വണ്ടി പക്കയാണ്, കാരണം വണ്ടി നല്ല ഒതുക്കവും കാര്യങ്ങളും ഉള്ളൂ, കൊണ്ടു നടക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കേസിലും നമുക്ക് ഈ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർ സന്തോഷിക്കാവുന്ന ഒരു കേസുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മളൊരു DSG ഗിയർ ബോക്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി മേടിക്കണമെന്ന് അത്യാവശ്യം നല്ലൊരു തുക മുടക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിയേക്കാളും അല്ലെ ആ രീതിയിലുള്ള പവറും കാര്യങ്ങളും ഡെലിവറിയും വരുന്നുണ്ട് ഈ ചെറിയ പൈസയ്ക്ക്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവുണ്ട്. ഇതിന്റെ സർവീസ് കോസ്റ്റ് എത്ര ആയെന്ന് ഞാൻ സെപ്പറേറ്റ് പറയാം. ഇപ്പം വണ്ടി മൊത്തം 30,000 കിലോമീറ്റർ ഓടിയതിന്റെ സർവീസ് കോസ്റ്റ് 2000 കിലോമീറ്റർ സർവീസ് നമുക്ക് വന്നേക്കുന്നത് 358 രൂപയാണ്. അതുപോലെ തന്നെ 7500 സർവീസ് നമുക്ക് വന്നേക്കുന്നത് 2300 രൂപയും. അതുപോലെ തന്നെ 15,000 സർവീസ് നമുക്ക് വന്ന 1100 രൂപയും. 22,000 സർവീസ് നമുക്ക് വന്നേക്കുന്നത് 1100 രൂപ. ഇത്രയാണ് ടോട്ടൽ സർവീസ് കോസ്റ്റ് നമുക്ക് ഈ വണ്ടിക്ക് വന്നുള്ളത്, ഇത്രയും കിലോമീറ്റർ ഓടാൻ വേണ്ടി. നമുക്ക് ടിയാഗോ EVയുടെ സ്പോർട്സ് മോഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പവർ ഒന്ന്. സഡൻ പിക്കപ്പ് ആണ് വണ്ടി. നമ്മളൊരുമാതിരി ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്.